നമ്മുടെ ഖാദി ബോർഡ് LD ക്ലർക്ക് ആദ്യഘട്ടത്തിലെ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് ഇനിയുള്ള ഘട്ടങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യഘട്ടം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും കേരള നവോത്ഥാനം അല്ലെങ്കിൽ കേരള നവോത്ഥാന നായകന്മാർ എന്ന ഭാഗത്തു നിന്നും 6 ഡയറക്റ്റ് ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഘട്ടത്തിൽ PSC ചോദിച്ചിട്ടുള്ളത്. കേരള നവോത്ഥാന നായകർ എന്ന ടോപ്പിക്കിൽ നിന്നും 6 ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുമാരഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാനാണ്. ഈ പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഇനിയുള്ള ഘട്ടങ്ങളിൽ PSC ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഒരു ഭാഗത്തു നിന്നാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ആരാണ്? കുമാരഗുരുദേവൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമധേയം എന്താണ്? പൊയ്കയിൽ യോഹന്നാൻ എന്നാണല്ലേ. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ സ്ഥാപിച്ചത്. വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. 1909 കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. സമത്വ സമാജം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് ഈ ഒരു സമത്വ സമാജത്തെയാണ്. സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1836 കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളെന്നാണ് ആരറിയപ്പെടുന്നത്? വൈകുണ്ഠസ്വാമികൾ അറിയപ്പെടുന്നത്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്ന വൈകുണ്ഠസ്വാമികളാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് പരിഗണിക്കപ്പെടുന്ന സമത്വ സമാജം സ്ഥാപിച്ചത്. ഏത് വർഷമാണ് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത്? 1836 വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? മഹാത്മാ അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ഏത് വർഷമാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ടത്? 1907 വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഈ ഒരു സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പിന്നീട് പുലയ മഹാസഭ എന്നാക്കി മാറ്റി. ഏത് വർഷമാണ് സാധുജന പരിപാലന സംഘം എന്നതിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത്? 1938 സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയ വർഷം 1938. അടുത്ത പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം സ്ഥാപിക്കപ്പെട്ട വർഷം 1917. 1917 ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ജാതിനാശിനി സഭ രൂപീകരിച്ചതാരാണ്? ആനന്ദ തീർത്ഥനാണ്. ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥനാണ്. 1933 ആനന്ദ മഹാസഭ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. പേരിൽ തന്നെ ഉണ്ടല്ലേ, ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ. അരയ സമാജം സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1907. നമ്മൾ പറഞ്ഞു എന്താണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ട വർഷം എപ്പോഴാണ്? 1907. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അരയ സമാജം സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. 1907
1947 വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടന രൂപീകരിച്ചതാരാണ്? വിദ്യാപോഷിണി സഹോദരൻ അയ്യപ്പനാണ്. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടന രൂപീകരിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. നമ്മുടെ ആദ്യം ഡിസ്കസ് ചെയ്ത ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള പരീക്ഷകളിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏകദേശം 8ഓളം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും ചോദ്യങ്ങൾ PSC പല പരീക്ഷകളിലായി ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരീക്ഷകളിലും ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാം. അതിനുശേഷം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്. 1909 പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. 1909 പ്രത്യക്ഷരക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ചത്. ഈ ഒരു പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാരഗുരുദേവൻ എന്നത്. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാരഗുരുദേവൻ എന്നത്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾ നടത്തിയതാരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്കയിൽ യോഹന്നാനാണ്. അതുപോലെ ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവും പൊയ്കയിൽ യോഹന്നാനാണ്. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ, വളരെ പ്രധാനപ്പെട്ടതാണ്, ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവനാണ്. ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റ് പേരുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പുലയൻ മത്തായി എന്നത്. പുലയൻ മത്തായി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. അതുപോലെ കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നീ പേരുകളിലും പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ആദ്യ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കെ കേളപ്പനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പറയാം. അതിനു മുമ്പേ കേരള നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷണങ്ങൾ നമുക്ക് പഠിക്കാം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ആരാണ്? കെ കേളപ്പനാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? IK കുമാരനാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരനാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ അല്ലെങ്കിൽ കേരള എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് KP കറുപ്പനാണ്. കേരള എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 4 വിശേഷണങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്യുക. നമുക്ക് കെ കേളപ്പനെ കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങൾ കൂടെ നോക്കാം. കെ കേളപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് മാസം 24-ാം തീയതിയാണ്. കെ കേളപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് 24-നാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കെ കേളപ്പനാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ ആരാണ്? കെ കേളപ്പനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ
PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആരായിരുന്നു എന്നത്. ആരാണ്? കെ കേളപ്പനാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ കെ കേളപ്പനാണ്. നമുക്കറിയാം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതും കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. 1930 കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് കെ കേളപ്പനാണ്. 1930 കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് കെ കേളപ്പനാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, NSS അഥവാ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. NSSന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ്. ഇത്രയും ചോദ്യങ്ങൾ കെ കേളപ്പനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം അതുപോലെ പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതികൾക്കും വേർതിരിവുകൾക്കുമെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 കൃതികളാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും. പണ്ടത്തെ കാലത്ത് ഉന്നത ജാതിയിൽപ്പെട്ടവർക്ക് അഥവാ സവർണർക്ക് മാത്രമാണ് വേദങ്ങൾ പഠിക്കാനുള്ള അവകാശമുണ്ടായിരുന്നത്. ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം എന്നത്. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അതുപോലെ പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന മറ്റൊരു വാദമാണ് പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളത്. ഇതിനെ ശക്തമായി എതിർക്കുകയും അതുപോലെ പ്രാചീന കേരളത്തിൽ ഉണ്ടായിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചരിത്രം അവതരിപ്പിക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് പ്രാചീന മലയാളം എന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, അതുകൊണ്ട് ഒരു തവണ കൂടെ പറയാം. അതായത്, അവർണർക്കും വേദം പഠിക്കാം എന്ന് സമർത്ഥിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണമാണ്. അതുപോലെ പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്യുകയും അതുപോലെ പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ കൃതി പ്രാചീന മലയാളമാണ്. കേരള PSCയെ സംബന്ധിച്ചിടത്തോളം ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും പ്രധാന കൃതികൾ പലപ്പോഴായി ആവർത്തിച്ച് ചോദിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷകളിലും ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളം, ക്രിസ്തുമതച്ഛേദനം, മോക്ഷപ്രദീപ ഖണ്ഡനം, അദ്വൈത പഞ്ചരം. ഇത്രയും പുസ്തകങ്ങൾ ഇല്ലെങ്കിൽ ഇത്രയും കൃതികൾ വ്യക്തമായി നമുക്ക് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അതുപോലെ പ്രാചീന മലയാളം, വേദാന്തസാരം, ക്രിസ്തുമത ഛേദനം, മോക്ഷപ്രദീപ ഖണ്ഡനം, അദ്വൈത പഞ്ചരം തുടങ്ങിയവയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ്. ആത്മോപദേശ ശതകം
പലരും കേട്ടിട്ടുണ്ടാവും അല്ലെ. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവശതകം, ശിവശതകം, കുണ്ടലിനി പാട്ട്, നിർവൃതി പഞ്ചകം. ഒന്നുകൂടി പറയാം. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന പ്രസിദ്ധമായ വരികൾ ഗുരുവിന്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ആത്മോപദേശ ശതകത്തിൽ നിന്നും എടുത്തതാണല്ലേ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന പ്രസിദ്ധമായ വരികൾ ഗുരുവിന്റെ ഏത് കൃതിയിലേതാണ്? ആത്മോപദേശ ശതകത്തിലെയാണ്. അതുപോലെ ദർശനമാല എന്നത് ഗുരുവിന്റെ പ്രസിദ്ധമായ മറ്റൊരു കൃതിയാണ്. ദൈവശതകം, ശിവശതകം, അതായത് അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ശിവശതകമാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടോ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. ഇനിയുള്ള PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള നവോത്ഥാന നായകരും അവരുടെ ജന്മസ്ഥലവും നമുക്കൊന്ന് പരിചയപ്പെടാം. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ്? ചെമ്പഴന്തിയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? കൊല്ലൂരാണ്, കണ്ണൻമൂലയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ, കണ്ണൻമൂല. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം എവിടെയാണ്? വാഗ്ഭടാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പാട്യമാണ്. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലെ പാട്യമാണ്. ആഗമാനന്ദ സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ചവറയാണ്. ആഗമാനന്ദ സ്വാമികൾ ജനിച്ചത് ചവറ, കൊല്ലം ജില്ലയിലാണ്. ആനന്ദ തീർത്ഥന്റെ ജന്മസ്ഥലം എവിടെയാണ്? തലശ്ശേരിയാണ്. ആനന്ദ തീർത്ഥൻ തലശ്ശേരിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. പണ്ഡിറ്റ് കറുപ്പൻ, നമുക്കറിയാം കേരള എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മസ്ഥലം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മസ്ഥലം ചേരാനെല്ലൂരാണ്. പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, എവിടെയാണ്? ഇരവിപ്പേരൂരാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരാണ്. മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ പെരുന്നയാണ്. മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ പെരുന്നയാണ്. AK ഗോപാലൻ AKGയുടെ ജന്മസ്ഥലം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ മാവില എന്ന സ്ഥലത്താണ്. AK ഗോപാലന്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലെ മാവിലയിലാണ്. കുമാരനാശാന്റെ ജന്മസ്ഥലം എവിടെയാണ്? കായിക്കരയാണ്. കുമാരനാശാന്റെ ജന്മസ്ഥലം കായിക്കരയാണ്. കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന നവോത്ഥാന നായകരും അവരുടെ ജന്മസ്ഥലവുമാണ് ഈ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 12ഓളം നവോത്ഥാന നായകരുടെ ജന്മസ്ഥലം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഒരു ബുക്ക് എടുത്ത് ഈ ഒരു കാര്യമൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണല്ലേ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് അല്ലെ. വൈക്കം മുതൽ
തിരുവനന്തപുരം വരെയാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്. അതുപോലെ വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചതുമാരാണ്? മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനെ കുറിച്ചും അതുപോലെ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരള നവോത്ഥാനം ചരിത്രം പാർട്ട് 1 and 2 വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണല്ലേ. ആരാണ്? അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യൻകാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം നടന്ന വർഷം എപ്പോഴാണ്? 1893. വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി സമരം നടന്നത്. പൊതുവഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യൻകാളി 1893 നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു സമരമാണ് കല്ലുമാല സമരം. അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് കല്ലുമാല സമരം. നടന്നത് കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ പെരിനാട്ട് ലഹള എന്ന പേരിലും കല്ലുമാല സമരം അറിയപ്പെടുന്നുണ്ട്. കല്ലുമാല സമരം നടന്ന വർഷം 1915. കല്ലുമാല സമരം നടന്ന വർഷം 1915. കല്ലുമാല സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യൻകാളിയാണ്. കല്ലുമാല സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിനാട്ട് ലഹള എന്നത്. അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ കേരള ചരിത്രം നവോത്ഥാനം പാർട്ട് 1, 2 വീഡിയോകളിൽ വിശദമായി പറഞ്ഞതാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ അപ്ലോഡ്സിൽ പോയി ആ ഒരു വീഡിയോ കൂടെ കാണേണ്ടതാണ്. കഴിഞ്ഞ തവണ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കാണാൻ ശ്രദ്ധിക്കുക. ഖാദി ബോർഡ് LD ക്ലർക്ക് പരീക്ഷയുടെ ആദ്യഘട്ട ചോദ്യപേപ്പർ വിശകലനം ചെയ്ത് അടുത്ത ഘട്ടങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയപരിധി കാരണം ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2ലും 3ലുമായി ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ എന്തായാലും രേഖപ്പെടുത്തുക. നന്നായി പഠിക്കുക. ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാംസ്.